നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ഒന്നാം ഘട്ടം ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലൂക്കര ബ്ലോക്കിന്റെ കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപൊലീത്തയുമായിരുന്ന ആബൂൻ മോർ ബെസലിയോസ് തോമസ് പ്രഥമൻ ഭാവ അനുസ്മരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ ഒന്നാം ഘട്ട ജില്ലാതല പ്രഖ്യാപനം ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂർത്തീകരണ ഔദ്യോഗിക പ്രഖ്യാപനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. മേയർ MK വർഗീസ്, MP, MLA തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കോർഡിനേറ്റർ ദ്വിതിക സ്വാഗതവും KK മനോജ് നന്ദിയും പറഞ്ഞു. സമ്പൂർണമായി നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ആ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നാം ആദ്യഘട്ട പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നമ്മുടെ മേഖലയായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീമതി റോസി ചേച്ചി കൂടി ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി റോസി ചേച്ചിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 2 കൊട്ടാരക്കരയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് മാലിന്യമുക്ത നവകേരളം 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 1601 പ്രവർത്തനങ്ങൾ അന്ന് തുടക്കം കുറിച്ചു. നമ്മുടെ ജില്ലയിലെ ഒന്നാം ഘട്ടം ജനകീയമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള വസ്തുതകളിൽ ഒന്നാണ്. ജില്ലയിലെ 50% സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായി. അതിന്റെ പ്രഖ്യാപനം പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ ഇവിടെ നടത്തും. അതുൾപ്പെടെയുള്ള വിവിധ പ്രഖ്യാപനങ്ങൾ. ജില്ലയിൽ ജനുവരി 26-നകം 2803 സ്ഥാപനങ്ങൾ കൂടി നമുക്ക് ഹരിത സ്ഥാപനങ്ങളാക്കേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയിലാകെ 6371 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 3568 ലക്ഷ്യം പൂർത്തീകരിച്ച് 56% എത്തിക്കഴിഞ്ഞു. 1191 വിദ്യാലയങ്ങളിൽ 899 എണ്ണവും ഹരിത വിദ്യാലയങ്ങളായി. 75.4% നാം അക്കാര്യത്തിലും എത്തിച്ചേർന്നു. ജനുവരി 26 മുമ്പ് ലക്ഷ്യം കാണേണ്ടത് 282 വിദ്യാലയങ്ങളാണ്. ജില്ലയിൽ 100 കലാലയങ്ങളിൽ 60 എണ്ണവും നമ്മൾ പൂർത്തീകരിച്ചു. തൃശൂർ OBG സൊസൈറ്റിയുടെ ഫീമെയിൽ ക്യാൻസർ ബോധവൽക്കരണ വാക്കത്തോൺ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ മന്ത്രിയിൽ നിന്നും പതാക ഏറ്റുവാങ്ങി. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ, ശ്രുതി ജയൻ, ഡോക്ടർ വേണുഗോപാൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. സെക്രട്ടറി ഷൈമ ദേവദാസൻ സ്വാഗതവും ഡോക്ടർ പ്രമീള മേനോൻ നന്ദിയും പറഞ്ഞു. ലോകത്തെ ഞെട്ടിച്ച ഒരു മഹാരോഗം തലയ്ക്കുമീതെ ഒരു പേമാരി പോലെ പെയ്തിറങ്ങിയത് ഭീതിയോടെ കണ്ടു നിന്നവരാണ് കേരളീയർ. ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്രമേൽ ആവൽക്കരമായി ഒരു രോഗാണുവും ലോകത്തിന്റെ തലയ്ക്കുമീതെ ഒരു ഭൂചക്രവാളത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പ്രവേശിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. COVID-19 എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഒരു ഭൂഗോളത്തിന്റെ ചുറ്റുമുള്ള 64 ലക്ഷം സ്പന്ദനങ്ങളെ ചെറിയ കാലം കൊണ്ട് ഇല്ലാതാക്കിയ അതിഭീകരമായിട്ടുള്ള വൈറസാണ്. ആ വൈറസിനെ നേരിടുന്ന കാര്യത്തിലും കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു വഴി തുറന്നു വെക്കുകയുണ്ടായി. സാനിറ്റൈസറും മാസ്കും സാമൂഹിക അകലവും മുഖ്യ ആയുധമാക്കി ലോകം മുഴുവൻ കോവിഡിനെതിരെ പൊരുതുമ്പോൾ
പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ലോകത്തിന്റെ രാജ്യങ്ങളും അതിന് താഴെയുള്ള സംസ്ഥാനങ്ങളും അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിയ രവി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകർക്കും കർഷക ഗ്രൂപ്പുകൾക്കുമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകൃഷ്ണൻ ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ രമ്യ, ജയപ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഈ മണ്ണിൽ അധിവസിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും ശരി, അവരെ ഊട്ടി ഉറക്കുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് കർഷകർ. കർഷകരില്ലെങ്കിൽ നമുക്കിങ്ങനെ സമയത്ത് എത്താൻ കഴിയില്ല, വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല, സമയത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല, ഉണരാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സിനിമയിൽ തിലകൻ പറയുന്നത് പോലെ ഒരു ഡയലോഗ് കർഷകരെ സംബന്ധിച്ച് നമുക്ക് ഈ യോഗത്തിൽ പറയാം. കർഷകരാണ് ഈ നാടിൻ്റെ സ്പന്ദനം, നമ്മുടെ ജീവിതത്തിന്റെ സ്പന്ദനം തന്നെ കർഷകരാണ്. കർഷകരെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശൂന്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ആ കർഷകരെ എത്രത്തോളം സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി വേഗത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ചെറുകിട കർഷകരുടെ കൈവശമുള്ള ചെറുകിട യന്ത്ര സംവിധാനങ്ങൾ, അത് ബ്രഷ് കട്ടർ ആണെങ്കിലും ശരി, മറ്റ് പമ്പ് സെറ്റ് ആണെങ്കിലും ശരി, അതുപോലുള്ള മിനി മില്ലർ, അത്തരം യന്ത്ര സംവിധാനങ്ങൾ കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക. മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ക്യാമ്പിനോടനുബന്ധിച്ച് സ്പെയർ പാർട്സുകൾ 1000 രൂപയ്ക്ക് താഴെ വരുന്നതാണെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള യന്ത്രങ്ങൾക്ക് സൗജന്യമായി അതിലൂടെ നിന്ന് ചെയ്തു കൊടുക്കും. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപൊലീത്തയുമായിരുന്ന ആമ്പൂൻമോർ ബെസിലിയോസ് തോമസ് പ്രഥമൻ ഭാവയുടെ അനുസ്മരണ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഭദ്രാസന മെത്രാപൊലീത്ത കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപൊലീത്ത അധ്യക്ഷം വഹിച്ചു. പ്രഥമൻ ഭാവയെ അനുസ്മരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ഭാവയെ അനുസ്മരിക്കുക എന്നല്ല, ത്യാഗോജ്വലവും തീക്ഷ്ണവുമായ ഒരു നൂറ്റാണ്ടിനെ ഓർത്തെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രത്യാശയുടെ കിരണങ്ങൾ വല്ലാതെ മങ്ങിപ്പോയ ഒരു കാലത്ത്, കാഠിന്യവും കാലുഷ്യവും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള ഭിന്നിപ്പും വിദ്വേഷവും ആർത്തലച്ചു വന്ന ഒരു കാലത്ത് യാക്കോബായ സുറിയാനി സഭയുടെ അമരത്ത് കണ്ണു ചിമ്മാതെ കാവലിരിക്കുകയും സഭാനൗകയെ പ്രക്ഷുബ്ധമായ മഹാസാഗരത്തിലൂടെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതിലാണ് ശ്രേഷ്ഠ കത്തോലിക്ക ഭാവിയുടെ വൈഭവം ലോകം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നത്. പരിശുദ്ധ ബാവ തിരുമേനിയുടെ ജീവിതരേഖ പഠിക്കുന്നവർക്ക് അതൊരു മഹാത്ഭുതമായി ഒരുപക്ഷെ തോന്നിയേക്കാം. അത്രമേൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. ആ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ ലഭിച്ച നന്മ എക്കാലവും അദ്ദേഹത്തിന് കാത്തുസൂക്ഷിക്കാനായിട്ടുണ്ട്. വളരെ കണിശമായ ജീവിത നിഷ്ഠകൾ പുലർത്തുന്നയാൾ കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മലങ്കര സഭയുടെ കാനോൻ നിയമത്തിൽ അനുശാസിക്കുന്നതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ, ഒരു മുടുക്കവുമില്ലാതെ പ്രാർത്ഥനയും ഭക്ഷണക്രമങ്ങളും ബ്രഹ്മചര്യാനുഷ്ഠാനവും സന്യാസതുല്യമായിട്ടുള്ള ജീവിതവും പുലർത്തിയിരുന്ന അദ്ദേഹം അപൂർവമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്ന് മാത്രമല്ല, നീഫെസ്റ്റ് 9 ദേശീയ കലാ ക്യാമ്പ് ഗ്രാമീണ കലോത്സവത്തിന് ഡിസംബർ 4 തിരിതെളിയുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 4 രാവിലെ ആരംഭിക്കുന്ന ക്യാമ്പിൽ എല്ലാ ദിവസവും രാവിലെ 9 ക്യാമ്പ് അംഗങ്ങളുടെ സ്ലൈഡ് ഷോ അവതരണങ്ങൾ നടക്കും. നിദർശന ആർട്സ് റെസിഡൻസിയും പരിസരവും ഗ്രാമങ്ങളിലെ വീടുകളുമടക്കം ഇഷ്ടമുള്ള ഇടങ്ങളിലിരുന്ന് രചനകളിൽ ഏർപ്പെടാവുന്ന തരത്തിലാണ് ക്യാമ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഗ്രാമത്തിലെ വീടുകളിലാണ് ക്യാമ്പ് അംഗങ്ങൾക്ക് താമസമൊരുക്കുന്നത്. ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ഗ്രാമീണ കലോത്സവത്തിൽ 5 വൈകുന്നേരങ്ങളിലായി കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാപരിപാടികൾ അരങ്ങേറും. നാട്ടുകാരും നിറചാർത്ത് ടീമംഗവുമായ സജിത് സി നീലകണ്ഠന്റെ 30-ൽ പരം ചിത്രങ്ങളുടെ സോളോ പ്രദർശനം
ഏങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ ഒരുക്കിയിരിക്കുന്നു. മലയാള സാഹിത്യത്തിലെ അതികായകനായ വടക്കാഞ്ചേരിയുടെ സ്വന്തം വിലാസിനിക്കാണ് നീഫെസ്റ്റ് 9 സമർപ്പിക്കുന്നത്. നീഫെസ്റ്റിന്റെ ഭാഗമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി ഗ്രാഫിറ്റി, ഇൻസ്റ്റലേഷനുകൾ, കുട്ടികളുടെ അലങ്കാരങ്ങൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് കലയും സാഹിത്യവിദ്യയും സമന്വയിപ്പിക്കുന്ന ഡിസ്പ്ലേകൾ എന്നിവയടക്കം ഒട്ടേറെ ദൃശ്യാനുഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 8 സമാപിക്കുന്ന ക്യാമ്പിലെ സൃഷ്ടികളുടെ പ്രദർശനം വരുന്ന ആഴ്ചകളിൽ ഏങ്കക്കാട് നിദർശന ആർട്സ് റെസിഡൻസിയിലും തൃശൂർ ഫൈനാൻസ് കോളേജിലും നടക്കും. 2014 ഏങ്കക്കാട് ഗ്രാമത്തിലെ നാട്ടുകാരുടെ സൗഹൃദ കൂട്ടായ്മ രൂപം കൊടുത്തതാണ് നിറചാർത്ത് കലാ സാംസ്കാരിക സമിതി. പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ CA അഹമ്മദ് സിജദ്, സനില സദൻ, K സിന്ധു ലക്ഷ്മി, വിനോദ് കൊച്ചുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം അവസാനത്തിൽ പൂർത്തിയാകുമെന്ന് മന്ത്രി കെ രാജൻ. നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം അവസാനത്തിൽ പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കിഫ്ബി അനുവദിച്ച 37 കോടി രൂപയുടെ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഡിസംബർ മാസത്തിൽ നടക്കുമെന്നും നെടുപുഴയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി പറഞ്ഞു. മേൽപ്പാലത്തിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാരമായി 1,25,21,905 രൂപ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതിനു പുറമെ പാക്കേജായി 39.15 ലക്ഷം രൂപയും വിതരണം ചെയ്തു. 71 പേരുടെ ഭൂമിയാണ് പാലത്തിനായി ഏറ്റെടുക്കുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെടുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 2016 MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ റെയിൽവേ മേൽപ്പാലത്തിന് ബജറ്റ് അംഗീകാരത്തിനുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. റെയിൽവേ പാലം എന്നതിനാൽ തടസ്സങ്ങൾ നിരവധി ഉണ്ടായി. കിഫ്ബി വഴി റെയിൽവേ മേൽപ്പാലത്തിന് നിർമ്മാണം നടത്തുവാനുള്ള ശ്രമങ്ങൾ പിന്നീട് ആരംഭിച്ചു. അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ സഹായം കൂടിയായപ്പോൾ കിഫ്ബി പ്രൊജക്ടിന് അംഗീകാരം നൽകി. റെയിൽവേ ലൈനിന് കുറുകെയുള്ള സ്ലാബിന്റെ അനുമതി ലഭ്യമാക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. കിഫ്ബിയുടെ ഭരണാനുമതി ഉറപ്പായതോടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പ്രവേശിച്ചു. ഇതിനിടെ ഭൂമി വിട്ടു നൽകുന്നത് നഷ്ടക്കച്ചവടമാകുമെന്ന പ്രചരണം വ്യാപകമായത് ചില ആശങ്കകൾ ഉണ്ടാക്കി. അക്കാര്യത്തിലും ജനകീയമായ ഇടപെടലുകൾ നടത്തി മറികടക്കുവാൻ കഴിഞ്ഞു. സുവോളജിക്കൽ പാർക്കിൽ സുരക്ഷാ ഓഡിറ്റിംഗും വിദഗ്ധ പരിശോധനയും വേണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ജീവനക്കാരനും ഒരു ജീവിക്കും അപകടമരണം സംഭവിച്ച സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റിംഗും നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മതല പരിശോധനയും നടത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടെത്താൻ സുരക്ഷാ ഓഡിറ്റിംഗിലൂടെ സാധിക്കും. അപകട നിവാരണത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ മുൻകരുതലുകളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ജീവനക്കാരുടെയും ജീവികളുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഇതുവഴി സാധിക്കുന്നതാണ്. ജീവികൾക്കായി ഒരുക്കിയിരിക്കുന്ന ആവാസ സൗകര്യങ്ങളിൽ കൂടുകൾ, മേച്ചിൽപ്പുറങ്ങൾ എന്നിവ കേന്ദ്ര മൃഗശാല അതോറിറ്റി നിർദ്ദേശിച്ച നിബന്ധനകൾക്ക് അനുസൃതമായാണോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ ഒരു വിദഗ്ധ സംഘത്തിന്റെ പരിശോധന അത്യാവശ്യമാണ്. മൃഗശാല രൂപകൽപ്പന രംഗത്ത് പ്രാവീണ്യമുള്ളവരും മൃഗശാലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയസമ്പത്തുള്ളവരും ഉൾപ്പെടുന്ന സംഘം ആവാസയിടങ്ങളുടെ സൂക്ഷ്മതല പരിശോധന നടത്തി കൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് പക്ഷിമൃഗാദികളെ കൊണ്ടുവരുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുത്തൂരിലെത്തുന്ന പക്ഷിമൃഗാദികൾക്ക് സുവോളജിക്കൽ പാർക്കിൽ ആവശ്യമായ പരിചരണം നൽകുവാൻ മതിയായത്ര മൃഗപാലകർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ 14 മൃഗപാലകരാണ് സുവോളജിക്കൽ പാർക്കിൽ ഉള്ളത്. ചുരുങ്ങിയത് 50 മൃഗപാലകർ എങ്കിലും വിസ്തൃതമായ സ്ഥലത്തെ സുവോളജിക്കൽ പാർക്കിൽ ആവശ്യമാണ്. തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂരിലേക്ക് ജോലിസ്ഥലം മാറുവാൻ തയ്യാറുള്ള മൃഗപാലകരുടെ കണക്ക് ഇപ്പോൾ തന്നെ എടുത്ത് ബാക്കി ആവശ്യമായ മൃഗപാലകർക്ക് അടിയന്തരമായി പരിശീലനം നൽകണം. മൃഗശാല വകുപ്പിൽ നിന്ന് വനം വകുപ്പിലേക്ക് ജീവനക്കാർ മാറുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സർക്കാർ ഉത്തരവുകളും ഉടൻ ഇറങ്ങണം. പക്ഷിമൃഗാദികളെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, സ്വഭാവ വ്യതിയാനങ്ങൾ എന്നിവയെ നിരന്തരമായി നിരീക്ഷിച്ച് ആവശ്യമായ പരിചരണത്തിനായി നിർദ്ദേശങ്ങൾ നൽകേണ്ട ക്യൂറേറ്റർമാർ ഇപ്പോൾ സുവോളജിക്കൽ പാർക്കിൽ ഇല്ല. ഉണ്ടായിരുന്ന 3 പേരും ഇവിടം വിട്ടുപോയി മറ്റു ജോലികളിൽ പ്രവേശിച്ചു. ക്യൂറേറ്റർമാർ ഇല്ലാതെ മൃഗങ്ങളെ കൊണ്ടുവരുന്നത് മൃഗശാല നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ക്യൂറേറ്റർമാരുടെ അധിക ചുമതല നൽകുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.
അത് ഗുണകരമാകില്ല. മൃഗശാലകളിൽ പ്രവർത്തന പരിചയമുള്ളവരും ജീവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവരുമാണ് ക്യൂറേറ്റർമാർ ആകേണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് മൃഗശാലകളിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സുവോളജിക്കൽ പാർക്കിലെത്തുന്ന പക്ഷിമൃഗാദികൾ, അവിടെ വെച്ചുപിടിപ്പിക്കുന്ന സസ്യലതാദികൾ, വൃക്ഷത്തൈകൾ എന്നിവയെക്കുറിച്ചെല്ലാം സാങ്കേതികമായ പരിജ്ഞാനമുള്ള ജീവശാസ്ത്രജ്ഞനും ഒരു മൃഗശാല വിദ്യാഭ്യാസ ഓഫീസറും സുവോളജിക്കൽ പാർക്കുകളിൽ അത്യാവശ്യമാണ്. ഇന്ന് 2 തസ്തികകളിലും തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ആരുമില്ല. ഗുരുതരമായ മറ്റൊരു പ്രശ്നം സുവോളജിക്കൽ പാർക്കിന് മുഴുവൻ സമയ ഡയറക്ടർ ഇല്ല എന്നതാണ്. മൃഗങ്ങളെ കൊണ്ടുവന്ന് പുതിയ സാഹചര്യങ്ങളിൽ പരിചരിച്ച് വളർത്തിക്കൊണ്ടുവരികയും തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്യേണ്ടുന്ന ഈ ഘട്ടത്തിൽ 24 മണിക്കൂറും നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടർ ആണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഡയറക്ടർക്ക് 2 ജില്ലകളിലായി മറ്റ് 2 ചുമതലകൾ കൂടിയുണ്ട്. 3 ചുമതലകളും കൂടി കാര്യക്ഷമമായി നിർവഹിക്കുവാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ സാധിക്കുകയില്ല. NCC ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂരിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് മധുരനാരങ്ങ വിതരണം ചെയ്ത് NCC കേഡറ്റുകൾ. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCCയിലെ തൈക്കാട് അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളാണ് വേറിട്ട രീതിയിൽ NCC ദിനം ആഘോഷിച്ചത്. 24 കേരള ബറ്റാലിയനിലെ മേജർ PG സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഗുരുവായൂർ നഗരത്തിലെ ദിശാ ബോർഡുകൾ വൃത്തിയാക്കുവാനും കേഡറ്റുകൾ രംഗത്തെത്തിയിരുന്നു. തൈക്കാട് അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക ചിത്ര R നായർ അയ്യപ്പ ഭക്തർക്ക് മധുരനാരങ്ങ വിതരണം ചെയ്തു. യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് K അബ്ദുൾ അസീസ് ആശംസാ പ്രസംഗം നടത്തി. സീനിയർ കേഡറ്റുകളായ ജെറാൾഡ് CJ, ആരോൺ സോണി, അമൽ കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രവർത്തനങ്ങൾക്ക് കേഡറ്റുകളായ ഹിർഷാബ് TB, ജഗന്നാഥ് TS, ശ്രീരാഗ് CS, ഗണശ്യാം പ്രദീപ്, സഫാൻ KF തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കീം കാറ്റഗറി 1, കാറ്റഗറി 2 എന്നീ വിഭാഗങ്ങളിലേക്ക് 2024-25 വർഷം 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് 4-7 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് ലഭിച്ചിരിക്കണം. പട്ടികവർഗ ദുർബല വിഭാഗങ്ങളായ കുറുമ്പൻ, ചോലനായ്ക്കർ, നാട്ടുനായ്ക്കർ, കൊർഗ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് B ഗ്രേഡ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 4-7 ക്ലാസുകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചവരും സ്കീം കാലയളവിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠനം തുടരുന്നവരുമായിരിക്കണം. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ കവിയുവാൻ പാടില്ല. അപേക്ഷ നിശ്ചിത ഫോറത്തിൽ സ്കൂൾ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തൽ സഹിതം 2024 ഡിസംബർ 10 വൈകിട്ട് 5-നകം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് 1-ാം നില, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി PO, തൃശൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മുൻവർഷത്തെ മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ്, മുൻഗണനാ ഇനങ്ങൾ തെളിയിക്കുന്ന രേഖകൾ എന്നിവ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04802706-100 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു. ഹരിത മിഷൻ കോർഡിനേറ്റർ ദേവി ക്ലാസ് എടുത്തു. കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, KP പ്രശാന്ത്, മിഥുൻ, സോഫി സോജൻ, ജൂനിയർ സൂപ്രണ്ട് ബീന, ജാസ്മിൻ, ക്ലർക്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഷാജു സ്വാഗതവും VP സാവിത്രി നന്ദിയും രേഖപ്പെടുത്തി. ഈ മാലിന്യം മുഴുവൻ വരുന്നു. ഇത് നമ്മളെടുത്ത് കൂട്ടിയിട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ദ്രവിച്ചൊക്കെ തുടങ്ങി അതിന് പല രോഗങ്ങളും വരാം ഇല്ലേ? അതേപോലെ തന്നെ അത് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഒരു പുക മണമുണ്ട്. അത് ശ്വസിച്ചാൽ നമുക്ക് പലതരം അസുഖങ്ങൾ വരും ഇല്ലേ? അപ്പൊ നമുക്ക് കത്തിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയുന്നു. കത്തിക്കാൻ പാടില്ലാത്ത സാധനം വീട്ടിലോ സ്കൂളുകളിലോ കെട്ടിക്കിടക്കുകയുള്ളൂ. അപ്പൊ അത് മാറ്റം ചെയ്യാനാണ് നമ്മുടെ ഗവൺമെന്റ് ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലായിടത്തും ഇങ്ങനെ ഹരിതകർമ്മ സേനയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഹരിതകർമ്മ സേനയ്ക്ക് വേസ്റ്റ് കൊടുക്കാത്ത വീടുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇനിയൊരു ഇടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധരണയും നടത്തി. കേന്ദ്രത്തിന്റെ ദ്രോഹം നടപടികളിൽ പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സമരം സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മധു അമ്പലപുരം അധ്യക്ഷത വഹിച്ചു. സ്വപ്ന ശശി, സരിത ദീപൻ, രമ്യ സുന്ദരൻ, ധന്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ 3 വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിക്കുന്ന നഗരസഭയായി വടക്കാഞ്ചേരി നഗരസഭ മാറുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിഹിതം എന്ന് പറഞ്ഞാൽ ഫെഡറൽ തത്വത്തിന്റെ അടിസ്ഥാനത്തില് യൂണിയൻ ഗവൺമെന്റ് എന്ന രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളെ ഒരേപോലെ കാണുന്നതിന് വ്യത്യസ്തമായി കഴിഞ്ഞ 2021 കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടർ ഭരണം കേരളത്തിനകത്ത് അത് സാധ്യമാവില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസും BJPയും നിലപാട് അന്ന് സ്വീകരിച്ചത്. പക്ഷേ കേരളത്തിനകത്ത് 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ജനങ്ങളുടെ ജീവിതോപാധികൾ ഉൾപ്പെടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ കേരളത്തിനകത്ത് ഭരണം ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം ബാച്ചുകളിലായാണ് ക്ലാസുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 8304926081 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മണ്ണുത്തി വടക്കുംചേരി ദേശീയ പാതയിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചുകെട്ടുന്ന
NHAI അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ധർണ നടത്തി. പ്രദേശവാസികൾക്ക് റോഡ് മുറിച്ചു കടക്കുവാൻ സൗകര്യം ഏർപ്പെടുത്തുക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ പെഡസ്ട്രിയൽ ബ്രിഡ്ജ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് മുളയം റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ച സായാഹ്ന ധർണ യൂണിറ്റ് സെക്രട്ടറി മനു പുതിയമഠം ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് താടിക്കാരൻ, ES അനിൽകുമാർ, അനീസ് അഹമ്മദ്, രേഷ്മ ഹേമേജ് തുടങ്ങിയവർ പങ്കെടുത്തു. സമരങ്ങളായി ഈ നാടിനകത്ത് ഈ ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ സമരം ചെയ്ത ഒരു കാലഘട്ടം നമ്മളെല്ലാം ഓർമ്മയിലുണ്ട്. അങ്ങനെ എല്ലാം സമരം ചെയ്യുമ്പോ ആ സമരത്തിന്റെ ഒന്നും മുഖത്ത് തിരിഞ്ഞു നോക്കാതെ, ആ സമരത്തിനെ ഒന്നും അഡ്രസ് ചെയ്യാതെ ഞങ്ങൾക്ക് പണം മാത്രം മതി എന്ന നിലപാടുമായി ഈ ദേശീയ പാത അതോറിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടം. ഇന്ന് ഈ വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൊല്ലം ജില്ലയിൽ ഇരവിപുരത്തിനടുത്ത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയുന്നു. നമ്മളുടെ തൊട്ടടുത്തുള്ള തോട്ടപ്പടി പാലം പോലെ, മണ്ണുത്തിയിലെ പാലം പോലെ ഒരു പാലം പണിയുന്നു. ആ പണിതുകൊണ്ടിരിക്കുന്ന പാലം, ആ പാലം അവിടെ അങ്ങനെ തകർന്നു വീണ കാഴ്ച കേവലം ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണ് കേരളത്തിനകത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം മൂക്കുത്ത് വിരൽ വെച്ചുകൊണ്ട് അതിനെ നോക്കി നിന്നു. ഒരു തരത്തിലുമുള്ള സുരക്ഷിതത്വമില്ലാതെ ഞങ്ങൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടി എവിടെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന നിലപാടുമായി കരാറുകാരും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോഴായി ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റോട്ടിൽ 1.5 മാസക്കാലം മുമ്പാണ് പായിക്കണ്ടത്തിനകത്തുനിന്നും പീച്ചിയിലെ പായിക്കണ്ടത്തിനകത്തും ഇവിടെ ഈ ഡോൺ ബോസ്കോ സ്കൂളിന്റെ അടുത്ത് ജോലിക്ക് വരുന്ന ഒരു അമ്മ. സ്വിഗ്ഗി ഫുഡ് ഡെലിവറി ജീവനക്കാർ ഡിസംബർ 1 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജോലിക്ക് എടുക്കുമ്പോൾ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിർത്തലാക്കി. ഒരു ദിവസം 100 രൂപ പോലും കൂലി കിട്ടാത്ത അവസ്ഥയിലായി. പെട്രോൾ ഇൻസെന്റീവ് നിർത്തലാക്കി. ഓർഡർ കൗണ്ട് സിസ്റ്റം നിർത്തലാക്കി. ലൊക്കേഷൻ മാപ്പിൽ കൃത്രിമം കാണിച്ച് ദൂരം കുറച്ച് കാണിച്ച് വേതനം വെട്ടിക്കുകയും 6 കൊല്ലം മുൻപ് ആരംഭിച്ച കിലോമീറ്റർ ചാർജ് വർദ്ധിപ്പിച്ച് നൽകുന്നില്ല. ഓർഡർ ഏണിംഗ് നിർത്തലാക്കുക തുടങ്ങിയ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന യുവതിയുവാക്കളെ കഷ്ടപ്പെടുത്തുകയാണ് എന്ന് നേതാക്കൾ പറഞ്ഞു. പറപ്പൂരിലെയും പരിസര പ്രദേശത്തെയും കുറച്ചുപേർ ഒത്തുചേർന്ന് പറവകൾ എന്ന കൂട്ടായ്മ രൂപീകരിച്ച് നിസ്വാർത്ഥ സേവനം നടത്തുന്നവരെ ആദരിക്കുമെന്ന് സാൻഡി ഡേവിസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മേഖലയിൽ പ്രതിഫലമില്ലാതെ സേവനം ചെയ്യുന്ന 14 പേരെ ഡിസംബർ 1 3 മണിക്ക് രാജീവ് ഗാന്ധി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. തോളൂർ പഞ്ചായത്തിലെ 13 ആശാ വർക്കർമാർ, ഹെഡ് നഴ്സ് എന്നിവരെയാണ് ആദരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ PJ ജോൺ, PJ ജോബി, ഡാൽവിൻ ജോൺസൺ, സിൻഡ ജോൺസൺ തുടങ്ങിയവരും പങ്കെടുത്തു. നടത്തറ ജംഗ്ഷനിൽ നാട്ടുകാർക്കും സിഗ്നലിൽ നിർത്തുന്ന വാഹനങ്ങൾക്കും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന നാടോടികളെ നാട്ടുകാരുടെ പരാതിയിൽ ഒല്ലൂർ പോലീസ് സ്ഥലത്ത് നിന്നും നീക്കി. നടത്തറ നിന്നും ഒഴിവായ നാടോടികൾ മണ്ണുത്തി മേൽപ്പാലത്തിനടിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മദ്യപിച്ച് പരസ്പരം ബഹളവും അടിപിടിയും ഉണ്ടാക്കിയ ഇവർ വെള്ളിയാഴ്ച 5 മണിയോടെ മണ്ണുത്തി പോലീസ് എത്തിയതോടെ തൽക്കാലം ശാന്തരായി. പോലീസ് പോയ ശേഷം ഇവർ വീണ്ടും ബഹളവും അടിപിടിയും ആരംഭിച്ചിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിൽ നവംബർ 30 മുതൽ ഡിസംബർ 30 വരെ സദ്ഗുരു ദക്ഷിണമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിനകത്തും പുറത്തും ലാറ്റിൻ അമേരിക്ക, അറേബ്യൻ രാജ്യങ്ങൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് 2000-ഓളം സംഗീതജ്ഞരും നർത്തകരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ശ്രീരാഗ്, ഡോക്ടർ പൂർണത്രി, ജയപ്രകാശ് ശർമ്മ, മധു കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം.
ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാളത്തോട് മഹൽ ഹാളിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ്, പ്രസിഡന്റ് തങ്കച്ചൻ, ജില്ലാ പ്രസിഡന്റ് ബാബു ചീരാജി, സെക്രട്ടറി ബിജു മേപ്പുള്ളി, ട്രഷറർ അനീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KP ബാബു, ബിജു മേപ്പുള്ളി, അനീഷ്, ബാബു ചീരാച്ചി തുടങ്ങിയവർ പങ്കെടുത്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മതബോധന പ്രസ്ഥാനമായ മാർ അപ്രേം സൺഡേ സ്കൂളിന്റെ 119ാം വാർഷികത്തിൽ നടത്തുന്ന സൺഡേ സ്കൂൾ ഡേ 2024 ഡിസംബർ 1 തീയതി ഞായറാഴ്ച സമുചിതമായി ആഘോഷിക്കും. അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3:30 കിഴക്കേക്കോട്ട മാർ യോഹനാൻ മാംധാന പള്ളിയിൽ നിന്നും സൺഡേ സ്കൂൾ ശാഖകളെ അണിനിരത്തിക്കൊണ്ട് ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണശബളമായ ഘോഷയാത്രയും ടാബ്ലോയും നടത്തപ്പെടുന്നു. പ്രസ്തുത ഘോഷയാത്ര കിഴക്കേക്കോട്ട ആമ്പക്കാട് ജംഗ്ഷൻ, അരിയങ്ങാടി, അഞ്ചുവിളക്ക് മാർ തിമത്യോസ് ഹൈറോഡ് വഴി മെത്രാപൊലിത്തൻ അരമനയിൽ പ്രവേശിച്ച് അഭിമന്യ മെത്രാപൊലിത്ത തിരുമേനിയുടെ അനുഗ്രഹാശിസുകളോടെ മധുരപലഹാരം സ്വീകരിച്ചുകൊണ്ട് റാലി സമാപിക്കുന്നു. ഏകദേശം 5000-ൽ പരം സഭാവിശ്വാസികൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് മാർത്താ മറിയം വലിയ പള്ളി അങ്കണത്തിൽ വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കും. ഇന്ത്യൻ സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം സീറോ മലബാർ സഭയുടെ സഹായ മെത്രാൻ അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റിസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ റവറന്റ് ഫാദർ ടിൻഡോ കെ തിമോത്തി, റിൻഡോ ജോസ്, ജിബി ഫ്രാൻസിസ്, ഫ്രാൻസി ഓട്ടി, നിജോ പി രാജു തുടങ്ങിയവർ പങ്കെടുത്തു. SNA ഔഷധശാലയുടെ സ്ഥാപകനായ അഷ്ടവൈദ്യൻ തൃശൂർ തൈക്കാട്ട് ഉണ്ണിമൂസുവിന്റെ 124ാം ജന്മദിനത്തോടനുബന്ധിച്ച് 2024 ഡിസംബർ 1 തീയതി പതിവ് പോലെ ഔഷധശാല സ്ഥാപന ദിനം ഉണ്ണിമൂസ് ദിനമായി ആഘോഷിക്കുമെന്ന് മാനേജർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SNA ഔഷധശാല അങ്കണത്തിൽ വെച്ച് നടത്തുന്ന സമ്മേളനം SNA മാനേജിംഗ് ഡയറക്ടർ അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത കവയിത്രി ഡോക്ടർ ഷീജ വക്കം ഉദ്ഘാടനം ചെയ്യും. ഈ ചടങ്ങിൽ ആയുർവേദിക് പോയിന്റ് ഇറ്റലി ഡയറക്ടർമാരായ ഡോക്ടർ ആന്റോണിയോ മൊറാഡി, ശ്രീമതി കാർമൽ ടോസ്റ്റോ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. ഈ ചടങ്ങിനോടനുബന്ധിച്ച് കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്റെ ആചാര്യനായിരുന്ന കുട്ടിക്കൃഷ്ണമേനോന്റെ ചികിത്സാ കൗതുകമെന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഒരു ആയുർവേദ സെമിനാറും സംഘടിപ്പിക്കുന്നു. VM കുട്ടിക്കൃഷ്ണമേനോന്റെ ശിഷ്യനും ചികിത്സാ കൗതുകമടക്കം അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ലേഖനങ്ങളുടെയും രചനയ്ക്ക് സഹായിയുമായ ശ്രീകൃഷ്ണൻ ഭട്ടതിരിപ്പാട്, ചികിത്സാ കൗതുകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് മുൻകൈയെടുത്ത ഡോക്ടർ ജിജി ഗംഗാധരൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. സെമിനാറിൽ ആയുർവേദ രംഗത്തെ പ്രഗത്ഭരായ ഡോക്ടർ GG ഗംഗാധരൻ, ഡോക്ടർ സുബിൻ വൈദ്യമഠം, ഡോക്ടർ PB ജിഗീഷ്, ഡോക്ടർ ജോസ് T പൈക്കട തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. അഷ്ടവൈദ്യൻ AN നാരായണൻ നമ്പി മോഡറേറ്ററായി നടത്തുന്ന പാനൽ ചർച്ചയിൽ ഡോക്ടർ CP ഹരിദാസൻ, ഡോക്ടർ PKV ആനന്ദ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീരാമൻ മുണ്ടനാട്, A ജയകൃഷ്ണൻ നമ്പി, അഞ്ജനാദേവി BM തുടങ്ങിയവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയുടെ ഭാഗമായി മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ അക്കരപ്പുറം, പൊങ്ങണക്കാട്, അവണാത്തറ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
ഒല്ലൂക്കര വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിഥുൻ തീയത്തുംപറമ്പിൽ, സുകന്യ ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. തങ്ങാലൂർ ദർശന വീട് സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം ഡിസംബർ 2 ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തുമെന്ന് ഫാദർ സിന്ധു നങ്കണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കുകയാണ് സംഗമത്തിന്റെ മുഖ്യ ലക്ഷ്യം. രാവിലെ 8:45 നടക്കുന്ന വിളംബര ജാഥയെ തുടർന്ന് ഫ്ലാഷ് മോബ്, പൊതുസമ്മേളനം, സ്നേഹവിരുന്ന്, വിവിധ മത്സരങ്ങൾ എന്നിവ നടത്തും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ CB റീന, ജെയിംസ് നീലങ്കാവിൽ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ 1ാം ഘട്ടം ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്കിന്റെ കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപൊലീത്തയുമായിരുന്ന ആബൂൻമോർ ബെസറിയൂസ് തോമസ് പ്രഥമൻ ഭാവ അനുസ്മരണം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lally's Hypermarket, Lally's Mall, Patikat Center, Thrissur.